ഓടി അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വണ്ടറിംഗ് വൈബ്സ്. അപ്പോൾ എന്താ ശുഭോ, ട്രിപ്പാണ് ഈദ് ട്രിപ്പ്. അപ്പോൾ ഞങ്ങളിതാ ഇന്ന് ഈദ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. രാവിലെ 7 മണിക്കൊക്കെ പോകണമെന്ന് കരുതിയാണ്ട് പ്ലാൻ ചെയ്ത് കടന്നതാണ്. പക്ഷെ ലേറ്റായി എണീക്കാൻ. ഞങ്ങളിപ്പോൾ ഞാനും ഷെബൊക്കെ നമ്മളെ വണ്ടീൻ്റെ ഡിക്കിയിൽ ഇരിക്കുകയാണ്. ഉപ്പാനും ഉമ്മാനൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവരവിടെ റെഡി ആവുന്നുണ്ട്. അതൊക്കെ നമ്മളിന്ന് മൊത്തത്തെ ഫാമിലി ഉണ്ട്. 1 2 3 4 ഫാമിലി അല്ലേ? മൊത്തം ഞങ്ങളടക്കം 4 ഫാമിലി. നമ്മളെ സ്ഥിരം നമ്മളെ ചാനലിലൊക്കെ കാണുന്നവർ തന്നെയാണ് റൈനമാമി, തനു ആൻറ്റി, ഷെറീൻ അല്ലേ? എല്ലാവരും പാടെ ആദ്യം എത്തി. എല്ലാവരും പാടെ ഒരുമിച്ച് ഇന്ന് ട്രിപ്പ് പോവാണ്. പോണത് നമ്മൾ അല്ലസീക്കല്ല ശുഭോ. ഞങ്ങൾ ആദ്യം മെയിൻ വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ പെരുന്നാളിന് പോകുമ്പോൾ തിരക്ക് കൂടും. അപ്പോൾ കരുതി നമ്മൾ അല്ലസ പോവാം. അല്ലസ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാത്തതുണ്ടല്ലോ ശുഭോ. അപ്പോൾ ഇന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളെ ഈദ് ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദിയിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്. ഷെബ് ഡ്രസ് കാണിച്ചാ? യെസ്, ഔട്ട്ഫിറ്റ് ഇങ്ങോട്ട് കാണില്ല. യെസ്, അടിപൊളി. നാട്ടിൽ പോകുമ്പോൾ വാങ്ങിയാണല്ലോ നമ്മൾ. ഉമ്മയും ഉപ്പയും വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം പോയാണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ സ്ട്രൈറ്റ് പോകാൻ. പക്ഷേ ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചിട്ട് വേണം സ്ട്രൈറ്റ് പോകാൻ. നമ്മളെ കൂടെയുള്ള ഫാമിലിയൊക്കെ ഓൾറെഡി ഓരോരോ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു. നമ്മൾ നിലാമുറ്റത്താണ് പോകണമെന്ന് കരുതിയിരുന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ എത്തി. നമ്മൾ 7 മണിക്കാണ് 8 മണിക്ക് എല്ലാവരും ഒരുമിച്ച് കൂടണം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ സമയം 8:30 അരമണിക്കൂർ ഞങ്ങൾ ലേറ്റാണ്. അപ്പോൾ നിങ്ങൾ നടന്നോളൂ, ഞങ്ങൾ ബാക്കിൽ വന്നോളാം എന്നാണ് പറഞ്ഞത്. ഇനി ഏതായാലും ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ കേട്ടോ. കുഞ്ഞാ സൊട്ടാപ്പി അങ്ങനെ ഡിക്കിയിൽ കയറി ഇരിക്കുകയാണ്. കണ്ട ഫുള്ള് സെറ്റല്ലേ? അടിപൊളി. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ അവിടുന്ന് നീലാമുറ്റത്തേക്ക് വന്നു കേട്ടോ. ഇതാണ് നമ്മളെ ഫാമിലീസ്. കഴിക്കണ്ടെന്ന് പറയണ്ട. ഇപ്പൊ കഴിക്കണ്ടെന്ന് പറയണ്ടേ? ഇച്ചു വിശക്കൊന്നുമില്ല. ഞാൻ 3 മണിക്ക് അൽബേക്ക് കഴിച്ചിട്ടുണ്ട്. അല്ല, റൈനമാമി ഫാമിലി ഉള്ളിൽ ഫുഡ് കഴിക്കുന്നുണ്ട്. പോലൊക്കെ ഓലൊക്കെ ഫുഡ് കഴിച്ച് ഇറങ്ങിട്ടോ. കാരണം ഞങ്ങൾ ലേറ്റ് ആണ്. ഇനിയിപ്പോൾ ഞങ്ങൾ റൈനമാമിയുടെ ഫുഡ് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാവൂലടി, ഇതാ എവിടെ റൈനമാമിയിട്ട് പോവും? എവിടെ റൈനമാമിയിട്ട് അവിടെ? ഞങ്ങൾ കുറച്ച് പഞ്ച്വാലിറ്റി കൂടുതലായതുകൊണ്ടേ ഫുഡും കാര്യങ്ങളും കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങിട്ടോ. നമ്മളെ വണ്ടിയിലെ കളവന്മാരും കളവികളൊക്കെ നമ്മൾ മറ്റേ വണ്ടിക്ക് തട്ടി. ഞങ്ങൾ കുട്ടികളൊക്കെ ഒരു വണ്ടി കയറി നമ്മൾ വൈബാക്കാൻ വേണ്ടിയിട്ട്. യെസ് എല്ലാവരും യെസ് യെസ് പറയൂ. അപ്പം നമ്മളെ കുട്ടിയോട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഏതായാലും ഇവിടെ ഞങ്ങൾക്ക് എത്ര മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കിട്ടുമോ? 1.5 മണിക്കൂർ ഏകദേശം. 1.5 മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ഡ്രൈവ് ഉണ്ട്. നമ്മളെ 2 വണ്ടി മുന്നിൽ പോയിട്ടോ. ഇപ്പം നമ്മളും അക്കീമാമ ഫാമിലി, അതായത് റൈനമാമി ഫാമിലിയാണ് ഒരുമിച്ച് പോണത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ. നമ്മളിവിടെ അല്ലസിയിലെത്തി. അല്ലസിയിൽ ജബൽക്കാര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത്. ഞാൻ അവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എല്ലാവരും കൂടെ മുകൾക്ക് പോയിക്കണേ. ഇപ്പം മോനോക്കാണ് പോണേ. കുഞ്ഞായിന്ന് ഉഗ്ഗൂടാ. ഇവിടെ എന്താണ് മെയിൻ ആയിട്ടില്ല ഇപ്പം പാറക്കെട്ടുകളോ? നിങ്ങൾ ഫസ്റ്റാ? കൊറേ കൊല്ലം. വാ, കൂട്ടി നമുക്ക് ക്യാമറ അടിച്ചു എത്രടാ ബലു പറയാ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞങ്ങൾ കറക്റ്റ് സംഭവം ഓല മേഞ്ഞിക്കല്ലേ. ഓലന്റെ മുകളിൽ കൂടി ചെടി വളർത്തിയേക്കാണ്. അല്ല, ഇതൊരു ഓലയാണ്. ഈ ഓലന്റെ മുകളില് മറ്റേ ഇത് പടർത്തി വിട്ടേക്കാണ്. അപ്പം എന്തായി നല്ല തണുപ്പുണ്ടാവും. കണ്ടോ? പെർഫെക്റ്റ്.
ഇതൊരു മ്യൂസിയത്തിനുള്ളിൽ കേട്ടോ നമുക്ക് കയറിയിരിക്കണത്. അതായത് ഇവിടെ പഠിക്കാനുണ്ട്. അതിന് സൗദിനെ കുറിച്ച് സൗദിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഗൈഡ് ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ. അപ്പം അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉണ്ടോ ഫസ്റ്റ് സൗദി സ്റ്റേറ്റ് അല്ലേ? ഇവിടുത്തെ രാജാക്കന്മാരല്ലേ? കാരണം ഇതേമാതിരി ഒന്ന് നമ്മളെ മിറ്റത്ത് സെറ്റ് ചെയ്താൽ മതി. ഇതേമാതിരി മജ്‌ലിസിലാ അൻവർക്ക് ഇത് ഇവിടുത്തെ സൗദിന്റെ ട്രഡീഷണൽസ് മീൻ ചെയ്യണല്ലേ? ഓല മജ്‌ലിസ് ഈ ഒറ്റയ്ക്ക് വന്നിട്ട് എന്തൊക്കെയാണ് മറച്ചു നോക്കണേ? എന്താ ഇതിനെ കുറിച്ച് അറിയണോ? എനിക്ക് ഇതിനെ കുറിച്ച് അറിയുള്ളൂ അല്ലേ? ഇപ്പോ ഇതിനെ കുറിച്ച് പഠിക്കണം. അസൽ കാട്ടറബി അടിപൊളി. എന്നിട്ട് എന്താ കൂട്ടിയത്? ഇതെന്താണ്? ഓ മമ്മിയെ ഇറാഖത്തെ രാജാവിന്റെ സ്കൾച്ചറാണ്. ആ എത്ര കൊല്ലം പഴക്കണ്ടോ മാമി? അടി എത്ര എന്നത്തെ കണ്ടോ? അത് എഴുതിയിട്ടുണ്ട്. 56 വർഷമായി. എല്ലാതും ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്താടാ അപ്പൊ മ്യൂസിയം കണ്ടാണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങിയിട്ടപ്പോ അല്ല ശരിയാ ഇതല്ല ഇനി ജബൽക്കാരെന്ന് പറഞ്ഞേ. ഈ കാണുന്നത് നാച്ചുറലാട്ടോ. ഞാൻ കരുതുന്നത് കൊത്തുപണി എടുത്ത് വെച്ചാന്നാണ് എഴുതിയിരിക്കണത്. അല്ല എന്തായാലും അത്ഭുതങ്ങൾ തന്നെയാണ്. എത്ര ഭംഗിയിലറിയോ? വാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് തണലാണ് തോന്നുന്നുണ്ട്. കുഞ്ഞാ പേടിയാവണ്ട. നടക്ക്. വാവ് കയറിക്കോ. പപ്പ വരുന്നുണ്ട്. കയറിക്കോ. നടന്നോ നടക്ക്. പോയി നോക്കട്ടടാ. എന്താലേ കുട്ടുവോ? മഞ്ഞുമൽ ബോയ്സ് ഫ്ലോർ വന്നത് കണ്ടപ്പോ ഗുണാക്കേവ് കേറ്. അവിടെ പപ്പ വരുന്നുണ്ട്. നടന്നോ. ആ മഞ്ഞുമൽ ബോയ്സ് ജമ്മ സത്യം പറയാൻ പേടിയുണ്ട്. അങ്ങനെ പോ നടക്ക്. ബാക്കിൽ പപ്പ വരുന്നുണ്ടായിരുന്നോ? പപ്പ ബാക്കിലുണ്ട്. ഇതാ കണ്ടോ? ഇപ്പൊ ഫ്ലാഷ് ലൈറ്റ് എടുക്കാതെ പപ്പ ബാക്കിലുണ്ട്. തൊട്ട് ബാക്കിലുണ്ട്. ആ കയറിക്കോ. ഓ ആ ഇതിവിടെ അവസാനിക്കല്ലേ? ഓ നടക്ക്. പേടിയുണ്ട് എനിക്ക്. നടക്ക്.
ഗുണാകും അല്ല വരുന്നതിലൊക്കെ മുഴുവൻ ഗുണാഗേവ് ഗേവ് തന്നെ പറയണേ. നടക്ക് ലേറ്റ് ഉണ്ടോ അല്ലേ? പോട്ടെ എല്ലാം ഇറങ്ങിക്കോ. അടിപൊളി അല്ലേ? ആരെ ഫോട്ടോ എടുക്കണം അവിടെ ഫ്ലാഷ് ഒക്കെ വെച്ചിട്ട്? യെസ്. ഉള്ളിലേക്ക് കയറിയ മാറില്ല കേട്ടോ. പുറത്തിറങ്ങിയപ്പോൾ നല്ല വെയിലില്ല മാമിയെ. ഓ വെറുതെ നോക്കി വെയിലും കൊണ്ട് പോവാ. അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങിട്ടോ. പൊന്നോ എങ്ങനെയുണ്ടായിരുന്നു കുട്ടുവ ചൂട്? അതായത് ഇതിനുള്ളിൽ കയറിയപ്പോ അടിപൊളിയായിരുന്നു. ഒരുപാട് കാലം മുന്നേ റേനമാമിട്ട് വന്നപ്പോ ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പൊ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളി സെറ്റപ്പ് ആക്കിക്കണേ. പക്ഷെ പെർ ഹെഡ് അഡ്വർടൈസ്മെന്റ് 57 റിയാൽ വരുന്നുണ്ട് ഒരാൾക്ക്. അതാണ് ടിക്കറ്റിന് പെർ ഹെഡ് 57 റിയാൽ വരുന്നുണ്ട്. കുട്ടികൾക്ക് 10 റിയാലുള്ളൂ. പക്ഷെ വലിയവർക്ക് 57 റിയാൽ വരുന്നുണ്ട്. ഉണ്ട് അത്യാവശ്യം കാണാൻ മാത്രം ഉണ്ട്. പിന്നെ വെയില് ചൂട്. പക്ഷെ ഇപ്പോഴാട്ടോ ആൾക്കാരൊക്കെ വരുന്നത്. തിരക്ക് കൂടിയത് ഇപ്പോഴാട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അടിപൊളിയാണ്. ഒരൊട്ടൊക്കെ വന്നാണ്ട് അത്യാവശ്യം അല്ലേ അടിപൊളി കറങ്ങി നോക്കാൻ കാണാനുണ്ട്. ഞാനേ വല്ല മഞ്ഞുമൽ ബോയ്സിൽ നമ്മളാ ഗുഹാഗ് എല്ലാവരും മലയാളികൾ വരുന്നവരൊക്കെ ആ പാട്ടാ പാടുന്നത്. ആ പാട്ട് പാടിയിട്ടാണ് അതിനുള്ളിൽ കയറി വരുന്നത്. മനിത കാതലല്ലേ എന്ന് പറഞ്ഞിട്ടാണ് മലയാളികളൊക്കെ അതിനുള്ളിൽ കയറി വരുന്നത് കേട്ടോ. കാരണം അതേ ഫീലിംഗ് ആണ്. കാരണം നിങ്ങൾ കണ്ടൊക്കെ വീഡിയോയിൽ ആദ്യമൊക്കെ ഇതിനുള്ളിൽ കയറിയിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. കാരണം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കുക, അറിയുന്ന കാര്യങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ഒന്നും പറയണില്ല. അപ്പൊ എന്താ നമ്മൾ ഇനി നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. ഇനി ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാനല്ലേ. അപ്പൊ നമ്മള് നേരെ ഫുഡ് കഴിച്ചാൽ വന്നിരിക്കുന്നത് LSയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കേട്ടോ. സൽക്കാര ഫാമിലി റെസ്റ്റോറൻറ്റ് അതിക്കാണ് വന്നിരിക്കണേ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വരി നിൽക്കുകയാണ് എല്ലാവരും പുറത്ത്. ഇപ്പം നമ്മൾ കയറി വന്ന് കണ്ടങ്ങൾ തീത്തർ ഫോൾട്ടിങ് റോക്ക് എങ്ങനെ എന്താണ് പേര് ഇങ്ങോട്ട് പറയുന്നത് കേട്ടോ. അടിപൊളി. എന്തായാലും നമുക്ക് നിങ്ങൾ വണ്ടി ഒരു ഗുഹ തനുവിൻ്റെ ഗുണാഗേവ് മനസ്സിൽ ആലോചിച്ചാണ് കയറുക. കൺമണി സംഭവം അടിപൊളിയാട്ടോ. അങ്ങനെ പോണ്ട് അല്ലേ അല്ലേ സംഭവം അടിപൊളിട്ടോ. അത് അടിപൊളി. ശരിയാ നാട്ടിലാണെങ്കിൽ കുറെ കുപ്പികളാണ് ഇനി. ഇതാണ് ഫ്ലോട്ടിംഗ് റോക്ക്. അവിടെ അതല്ലേ ഞങ്ങൾ ഇതാണ് ഇവിടുത്തെ ഫേമസ് ആയ ഫ്ലോട്ടിംഗ് റോക്ക്. അങ്ങനത്തെ ഉച്ചരിക്കാൻ തോന്നുന്നു കേട്ടോ. കണ്ടോ ഈ ഒരു കല്ല് നിൽക്കണ നോക്കി എങ്ങനെയാന്നുള്ളത്. ഒരു 3 എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അല്ല ആകാശത്ത് നിൽക്കണമെന്നല്ല, പക്ഷെ ഇങ്ങനെ നിൽക്കണ നോക്കി ജനങ്ങാതെ ഒന്നും ഒരു ഉതിർന്നു പോവാതെ. അതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഫ്ലോട്ടിങ് എന്ന് പറഞ്ഞാണ്ട് ഒരു സപ്പോർട്ട് ഇല്ലല്ലോ. ഒരു പാറ കഷ്ണം അല്ലേ ആൾക്കാർ നടക്കണ്ടതിലൊക്കെ. യെസ്, വെൽക്കം ടു ട്യൂത്ത്. യെസ്, അടിപൊളി. അതായത് ഡേഞ്ചർ ആട്ടോ. കാരണം ഈ റോഡ് പോണേ അല്ലെ മെയിൻ റോഡിന്റെ സൈഡിലാണ് വരുന്നത്. പോയൊക്കെ വാ വാ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാട്ടോ. പുറത്ത് നല്ല ചൂട്. ഷാൻവർക്ക ഇതിനുള്ളിലെ സുഖം തണുപ്പ്, പുറത്ത് ചൂടാ. പിന്നെ ഇവിടെ ഇങ്ങനെ നിന്ന നല്ല ക്ലിയർ ഉണ്ട്, നല്ല ഫോട്ടോ കിട്ടും. യെസ്, ഞാൻ ഇതിൻ്റെ കുറച്ച് മുകൾക്കടെ കയറിക്കണേ. ഇവിടുത്തെ വ്യൂ നോക്കിയിട്ടെങ്കിൽ സാധാരണ നിങ്ങൾ പോയി എവിടുക്ക പോണേ അങ്ങനെ പോലെ കേട്ടോ. ആ പോണ സാധാരണ അങ്ങനെ കയറി പോട്ടത്. ആ മുകൾക്ക്
ആ എൻ്റെ വരെ വേണമെങ്കിൽ പോവാ. എന്നാലൊന്നും അറിയണല്ലോ. ഇന്ന് ജിമ്മ പോക്ക് മുതലായി. ഷൂട്ടൊന്നും മുതലായി. ബൂട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ഇതോ ഇവിടേക്ക് വേറെ സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്. ആ ഞാൻ മൂന്നാ മതി. സാധാരണ പോവും. നോക്കിയത് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് അടുത്ത സീക്വൻസ് അടിപൊളി കേട്ടോ. മാക്സിമം ഞങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത സീക്വൻസ് സ്ഥലത്തേക്ക് ഇനി ചായ അല്ലേടി? ചോറ് ചായ ചായ ചോറ് ചോറ് ചായ ചായ ചോറ് ചോറ് ചായ. എല്ലാരും പോറാ. അപ്പം ഞങ്ങൾ അടുത്ത് പോകുന്നത് അൽ മുഷാക്കർ പാർക്ക് എന്ന പാർക്കാണ് പോകുന്നത്. എൻട്രി തന്നെ ചുറ്റും കാണാൻ പറ്റുന്നത് മൊത്തം ഫ്ലവർ കേട്ടോ. നല്ല രസമുണ്ട്. അൽ മുഷാക്കർ പാർക്കാണ് മാമി. അൽ മുഷാക്കർ മോളൂസേ ജാടയാണോ? നല്ല രസമല്ലേ ഫ്ലവേഴ്സ് അല്ലേ? സ്മെല്ലില്ലാവില്ലല്ലോ മാമി? ഇത് സ്മെല്ലില്ലല്ലോ. ആടി സ്മെല്ലുണ്ട്, ചെറിയ സ്മെല്ലുണ്ട്. ഫോട്ടോ 10-18 ആൾക്കാരുണ്ട്. ഞങ്ങൾ 2024 എല്ലാവർക്കും സ്വാഗതം. 2024 ഇത് രാത്രി ലൈറ്റ് കത്തുട്ടോ. രാത്രിയാണ് ഇതിൻ്റെ ഭംഗി മാമി. രാത്രിയാണ് ഇതിൻ്റെ ഭംഗി. 2024 എന്തോ ഒരു ഭംഗി അറിയോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ ഊഞ്ഞാൽ സെറ്റ് ചെയ്ത് കേട്ടോ. നമ്മളൊരു ഫാമിലി ആക്കണം മൊത്തം ഈ ഊഞ്ഞാൽമ കയറിയിരിക്കണ്. കുറച്ച് ആൾക്കാർ ഇത് ഇവിടെ കയറിയിട്ടുണ്ട്. ഇവിടെ രാത്രിയാണ് ഇതിൻ്റെ രസം തോന്നുന്നുണ്ട് കേട്ടോ. ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ സാധാരണ രാത്രിയാണ് ഇവിടെ വൈബ് അല്ലേ? ഈ പാർക്കേ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ലോകം തന്നെയാണ്. കുറേ നടക്കാണ്ട് പിന്നെ ഫുള്ള് ഫ്ലവറാണ്. കാരണം നല്ല ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നല്ല നല്ല റീൽസ് എടുക്കാം. ഞങ്ങളിപ്പോഴും നടന്ന് കഴിഞ്ഞിട്ടില്ല. സമയം 5:30 ആവണം കേട്ടോ. ഇരുട്ടാവാനായി. അപ്പം ഇനി ഇവിടുന്ന് നേരെ ചിലപ്പോൾ നമ്മൾ വാട്ടർ ഡാൻസ് ഇല്ല ഇവിടെ LSC വാട്ടർ ഡാൻസ് പറഞ്ഞാൽ അവിടെ ഒന്ന് പോകണം. അവിടെയും കഴിഞ്ഞിട്ട് വേണം തിരിച്ച് വീട്ടിൽ പോകാൻ. അതാണ് പ്ലാന്. എന്തായാലും അടിപൊളി കേട്ടോ. ഇത് ട്രിപ്പ് ഏതായാലും മാക്സിമം എൻജോയ് ചെയ്തു. കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. കണ്ടോ അവിടെ മൊത്തമായിട്ട് ഫ്ലവറാണ്. എവിടെ നോക്കിയാലും ഫ്ലവറാണ്. കണ്ടോ നല്ല ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട് കേട്ടോ. ഉണ്ടാണ് അവിടെയൊക്കെ ഫുൾ നല്ല യെല്ലോ ഫ്ലവറും കാര്യങ്ങളൊക്കെ. ഇതിനുള്ളിൽ തന്നെ കോഫി ഹൗസ് ഉണ്ട്. ആകണമൊക്കെ ഗോസ്റ്റ് ഹൗസ് കയറുന്നുണ്ട്. ഇപ്പോൾ പെർ ഹെഡ് 15 റിയാൽ. അതിനൊന്നും ടിക്കറ്റ് ഇല്ല. എന്താ അവസ്ഥ നോക്കട്ടെ. പേടിച്ചു പോകണ്ടോക്കെ പേടിച്ചിട്ട് വരും. എന്താ എക്സ്പീരിയൻസ് നോക്കട്ടെ കയറിയിട്ട്. ഓ ഇത് മൊത്തത്തിൽ ലുക്കനെ രസമുണ്ട് അല്ലേ? ഉപ്പിയിട്ടും ഉമ്മയൊക്കെ അവിടെ കോഫി കുടിച്ചിരിക്കണ്ട. അവിടെ ഉണ്ടാവും കോഫി. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? അതോ ഷെബു പേടിച്ചാ? കരഞ്ഞോ? അത് കരഞ്ഞ് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല. ब्रदर बच्चा मुश्किल करते इसलिए छोटा बच्चा അപ്പൊ അങ്ങനെ കുട്ടികള് വിളിച്ചിട്ട് മണ്ടി. അപ്പൊ ഞാനത് കയറിയാ കേട്ടോ. രാത്രി കിടന്നു
अरे बच्चे माफी दो आदमी नहीं है बच्चे नहीं चार बच्चा नहीं है ओल्ड एडल्ट हाँ आगे यस आगे ओ ने गो 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 എന്തിനാ ഷേബു അങ്ങനെയൊക്കെ പേടിച്ചിക്കണേ മോനെ മോനെ എടാ ചോരൊക്കെ ഷേബോടെ എവിടെ മേടെ ചെറുക്കന്മാരോടെ ചെറുക്കം ആരോടെ കെട്ടി തൂക്കിയാണ് മാർക്ക ഷെബു 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 എന്നെ കാണട്ടെ പേടിച്ചിട്ട് പേടിച്ച് ആളാക്കിയിട്ട് ഇങ്ങനെ എങ്ങനെ നടന്നവർക്ക് എത്തുക ഞാൻ വരുന്നുണ്ട് പറയണേ ഞാനൊന്ന് പോട്ടെ അത് കുട്ടികളെ കയറ്റാൻ പാടില്ല പേടിച്ചു ശരി പാശ പാടില്ല ഇങ്ങെന്തിനാ ഉന്തണങ്ങളെ ഇവിടെ ആരെ കർത്തിക്കണടാ ഈ കയ്യൊക്കെ ശുഭ കയ്യൊക്കെ ഇത് കയ്യാണ് യു ആർ മൈ യു ആർ ഓൺലി വേ യു ആർ ഓൺലി ആരും ഓടിയതില്ല പിടിച്ചോനെ ആരെല്ലാം ഓടിയ പിടിച്ച് ആരും ഓടി എടാ ആരും ഓടിയടല്ലേ ഓടിയനെടുത്തു ഓടിയനോടെ ശിവന് കണ്ണോക്കാം കരഞ്ഞിങ്ങണോക്കാം അല്ലാ ഇത് മുതലായിട്ട് ഇവിടെ വന്നു പോയില്ലേ അതൊരു രക്ഷ ഉണ്ടായില്ല ഇതാണ് ആ കഴിഞ്ഞ് പേച്ചണ്ട കേട്ടോ ഞങ്ങൾ പോയി പിന്നാരെ കേട്ടോ ആ ഷേബു കറച്ച് കിട്ടിയില്ല പേടിച്ച് നോളൂ ഷേബു പേടിച്ച് ഷേബു നല്ല പേടിച്ച് കാണിച്ചു ഞാൻ നോട്ടെ ഇതിന്റെ മൊത്തത്തിലില്ലേ ഗോസ്റ്റ് ഹൗസ് രാത്രി ലൈറ്റ് ഓൺ ആക്കിട്ടോ നല്ല ഭംഗിയില്ലേ സംഭവം എന്തൊക്കെ പറഞ്ഞാലും ആ യന്ത്രവും ഞാൻ നല്ല രസമുണ്ടല്ലേ കുട്ടുവോ കറക്റ്റ് ആ ഇവിടെ രാത്രി ആയപ്പോഴാണ് രാത്രി ലൈറ്റ് ഓപ്പൺ ആക്കി ഓ നമ്മളെ ഫുൾ ടീം അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടോ നല്ല അടിപൊളി നമ്മൾ ദമാമിലെത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയാണ് നമ്മളെ കാസ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ നാളെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അതിന് റിഹേഴ്സലും പിന്നെ നമ്മൾ അൻവർഖാൻ്റെ ഫ്രണ്ടിൻ്റെ ഹോട്ടലാണിത് അപ്പോൾ അൻവർഖ നമുക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് അറേഞ്ച് ചെയ്താണ് കേട്ടോ മുകളിലാണ് ഹാളിലാണ് താഴത്ത് ഫുള്ള് തിരക്കാണ് അപ്പോൾ നമുക്ക് മുകളിൽ സെറ്റ് ചെയ്തേക്കാണ് ഫുഡ് കഴിക്കാൻ ഇതൊരു ഒരു പാർട്ടി ഹാളാട്ടോ ഇത് ശുഭരാത്രി പോര് കഴിഞ്ഞ് പോവാ പോര് എല്ലാവരും പോര്